ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും കൂടുതലും സിറ്റിയിൽ താമസിക്കുന്നവർ മിസ്സ് ചെയ്യുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലാണല്ലോ നമ്മൾ താമസിക്കേണ്ടത് എന്ന് തോന്നിപ്പോകുന്ന നല്ലൊരു സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. നാളെ നമ്മൾ സ്ഥലമൊക്കെ വാങ്ങി ചെറുതോ വലുതായിട്ടുള്ള വീട് പണിയുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. നമസ്കാരം, രഞ്ജിത്താണ്. ബെസ്റ്റ് ചോയ്സിലേക്ക് സ്വാഗതം. നൈസ് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മതിലിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടന്ന് എത്തുന്നത് ആരെയും മോഹിപ്പിക്കുന്ന ഒരു പൂമുഖപ്പടിയിലാണ്. നമുക്ക് ആദ്യം ഈ ഒരു ചുറ്റുവട്ടം ഒന്ന് കണ്ടു നോക്കാം. വരും. ഈ വീഡിയോയിൽ എത്രത്തോളം ഫീലിംഗ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ ചെന്നപ്പോൾ നട്ടുച്ചയ്ക്ക് പോലും മനോഹരമായിട്ടുള്ളൊരു തണുത്ത ക്ലൈമറ്റാണ് ഫീൽ ചെയ്യാൻ പറ്റിയത്. വീട്ടിലേക്ക് കാറ് വരുന്നതിന് തൊട്ടടുത്ത് വലിയൊരു ഗേറ്റ് ഉണ്ട്. പിന്നെ പറമ്പിൽ 7ഓളം തെങ്ങ്, റംബൂട്ടാൻ, മാവ്, പ്ലാവ് തുടങ്ങി സീസണിൽ കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. ഈ ചെടികളുടെയും മരങ്ങളുടെയൊക്കെ തണുപ്പ് കൊണ്ട് ഈസ്റ്റ് ഫേസ് ആയിട്ട് കേരള ട്രഡീഷണൽ ഡിസൈനിൽ പണിതെടുത്തിട്ടുള്ള നല്ല വെട്ടുകല്ലിൽ തീർത്ത ക്യൂട്ട് വീട്. ഇവിടുത്തെ കിണറ്റിലത്തെ വെള്ളം ഫിൽട്ടർ ചെയ്യാതെ തന്നെ ഞാനൊന്ന് കുടിച്ചു നോക്കി. മിനറൽസിൻ്റെ ഒക്കെ ടേസ്റ്റ് നമ്മൾ ശരിക്കും മലയാളികൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ മാവിൻ ചോട്ടിലൂടെ വലിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമായി. പക്ഷെ ഗപ്പി സിനിമ കണ്ടു കഴിഞ്ഞാൽ അതും ചെയ്യില്ല. വീടിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഭംഗിയും നമ്മളങ്ങനെ നോക്കി നിന്ന് പോവും. അത്രയും മനോഹരമായിട്ടുണ്ട്. പൂമുഖത്തെ ചാരുപടിയിലെ കൊത്തുപണികളെല്ലാം അതിഗംഭീരമാണ്. ഇവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സുന്ദരമാണ്. ഇവിടെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അവിടുന്ന് നമ്മൾ മെയിൻ ഡോറ് തേക്കിലും പിൻകോടയിലും തീർത്ത മരപ്പണികൾ, ഇതെല്ലാം നമ്മളങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പോകും. മനോഹരമായിട്ടുള്ള മെയിൻ ഡോറ് കടന്ന് നമ്മളെത്തുന്നത് വലിയൊരു വിശാലമായിട്ടുള്ള ലിവിങ് ഹാളിലേക്കാണ്. ക്രീം കളർ വെട്രിഫൈഡ് ടൈലും ആ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും അത്രയും ഫിനിഷിംഗ് ആണ്, അത്രയും മനോഹരമാണ്. തൊട്ടടുത്തായിട്ട് വലിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം എനിക്ക് തോന്നിയത് അടുക്കളയാണ്. ഒറ്റ വാക്കിൽ റോയൽ കിച്ചൺ എന്ന് പറയാം. കൂടുതൽ മരം കൊണ്ടും കുറച്ച് ലേറ്റസ്റ്റ് മോഡൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന കബോർഡ് വർക്കുകൾ ബ്യൂട്ടിഫുൾ. അതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. 3 ബെഡ്റൂം ഉള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വീടും അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ചുറ്റുപാടും ആസ് യൂഷ്വൽ നോക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് വിൽക്കുന്നത്. തൃശ്ശൂരിൽ മമ്മിയൂരിൽ ഗുരുവായൂരിനടുത്തായിട്ട് കുന്നംകുളത്തേക്കും ചാവക്കാട്ടേക്കും ഈസി ആക്സസ് ഉള്ള മൊത്തം 12.5 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കുഞ്ഞു സ്വർഗം 64 ലക്ഷം രൂപയ്ക്കാണ് സെയിലിന് വെച്ചിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കയ്യിൽ കാശുണ്ടെങ്കിൽ വാങ്ങിപ്പോവും. അത്രയും സുന്ദരമാണ്. നമ്മളെ വേറൊരു ലോകത്തേക്കൊക്കെ എത്തിക്കുക എന്ന് പറയില്ലേ, അത്രയും മനോഹരമായിട്ടുള്ള ഒരു ചുറ്റുപാടുള്ള ഒരു വീട്. ഞാൻ ആ വീട്ടിൽ നിന്ന് വെള്ളം ഒരുപാട് കുടിച്ചു. അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് ബോട്ടിലാക്കി അതിനുശേഷം ആ പൂമുഖത്ത് കുറച്ച് നേരം ഇരുന്നു. എന്താ ഒരു മനസ്സിന് കിട്ടുന്നൊരു ഫീലിങ്. മനസ്സോടെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.